കിട്ടാവുന്നിടത്തുനിന്നൊക്കെ കടം വാങ്ങിയിട്ടുമുണ്ട്. കടം തന്നവരെ ഒരു പരിധി വരെയല്ലേ മിണ്ടാതിരിക്കൂ. ഒറ്റയടിക്ക് എല്ലാവരും കൂടെ എന്റെ കൊങ്ങയ്ക്ക് പിടിക്കാൻ നടക്കുക. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ? ശേഖര മുത്തശ്ശനോട് പറഞ്ഞ് ചെറുമ്മയ്ക്ക് ഞാൻ കാശ് അയക്കാൻ പറയാം. എനിക്ക് അറിയായിരുന്നു മോളെ, നിന്റെ മനസ്സ് മുഴുവൻ എന്നോടുള്ള സ്നേഹമാ. അതുകൊണ്ടല്ലേ ഉടനെ ഇങ്ങനെ പറഞ്ഞത്. നീയും നാഞ്ഞു പിടിച്ചാ നമ്മുടെ വീടിന്റെ നടുമുറ്റത്ത് പിന്നെ മഹാലക്ഷ്മി വന്ന് താണ്ഡവം കളിക്കില്ലേ? ശരി എന്നാ ചെറുമ്മ, ഇനി അതൊക്കെ എന്തിനാ പറയണേ? ഞാൻ ഇന്ന് തന്നെ ശേഖര മുത്തശ്ശനോട് സംസാരിക്കാൻ ശ്രമിക്കാം. അത് മതി എന്റെ മോളെ. എന്റെ വിഷമം മോളുടെ വിഷമം പോലെ എടുത്ത് തലയിൽ വെച്ചതിന് നന്ദിയുണ്ട്. സൂക്ഷിക്കണം കേട്ടോ. മേഘനെ, നിന്റെ കള്ളി വെളിച്ചത്താക്കി 10 കാശുണ്ടാക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നേ. പക്ഷെ അപ്പോഴല്ലേ ഈ സുവർണാവസരം കിട്ടിയേ. എന്തായാലും അതിലൂടെ എനിക്ക് നല്ല ലാഭവും കിട്ടി. വന്ന പണി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് വിടാം വീട്ടിലോട്ട്. മേഘനെ, നീ എന്തൊക്കെയായി കാണിക്കുന്നേ? നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോട് ഷെയർ ചെയ്യാൻ നിനക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ. നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കാൻ എന്നെയും കൂടി ഒന്ന് അനുവദിച്ചുകൂടെ? അങ്ങനെയൊന്നുമില്ല മിഥുനേട്ടാ. കൃത്യസമയത്ത് നിന്റെ ചെറിയമ്മ വന്ന് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല. അല്ലായിരുന്നെങ്കിലോ എല്ലാരും കൂടി ചേർന്ന് നിന്നെ ഒരു കുറ്റവാളിയാക്കി മാറ്റില്ലായിരുന്നോ? ഞാനാണെങ്കിൽ അവിടെ നിന്ന് വീർപ്പ് മുട്ടുമായിരുന്നു. നീ ഉത്തരം മുട്ടി അവിടെ വിഷമിച്ച് നിൽക്കുന്ന കണ്ടപ്പോ സത്യം പറഞ്ഞ എനിക്കത് സഹിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാവരുടെയും മുമ്പിൽ ഉത്തരവില്ലാതെ നീ ഇങ്ങനെ തല ഒനിച്ച് നിൽക്കുന്നത് കാണാൻ എന്നെ കൊണ്ട് പറ്റില്ല മേഘനെ. ഒരു തെറ്റുകാരിയെ പോലെ എല്ലാരും നിന്നെ ചോദ്യം ചെയ്യുന്നത് കാണാൻ എനിക്ക് ഒട്ടും ആവില്ല. പിന്നെ ഒരു കാര്യം കൂടി, നിനക്ക് ഇഷ്ടം ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി, നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് വേണ്ടിയെങ്കിലും നീ കൂടുതൽ ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് എന്നും നമുക്കൊരു ദുഃഖമായിട്ട് മാറും. ഇനി ഒരിക്കൽ കൂടി ഇതുപോലെയൊക്കെ മരുന്ന് കളയാൻ നോക്കിയാ അത് പിന്നെ ഞാൻ ക്ഷമിച്ചൊന്നും വരില്ല. ഓരോ ദിവസവും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചുള്ള മോഹങ്ങൾ മിഥുനേട്ടന്റെ മനസ്സിൽ കൂടി വരിക. ഒരിക്കലും ഈ ഭൂലോകം കാണാൻ വിധിയില്ലാത്തൊരു കുഞ്ഞിനു വേണ്ടി മിഥുനേട്ടൻ ഇങ്ങനെ സ്വപ്നങ്ങൾ കാണരുത്. നാളെ ഇതൊക്കെ സത്യമല്ല എന്നറിയുന്ന ഒരു നിമിഷം ഏട്ടനാകെ തകർന്നു പോവും. ഹലോ മേഡം. ആരെ കാണാൻ വന്നതാ? എനിക്ക് മിഥുൻ സാറിനെ ഒന്ന് കാണണം. അകത്തേക്ക് കയറി വാ. മിഥുനുമായിട്ട് നിനക്കെന്താ കാര്യം? മഞ്ജരി, ആ കുട്ടി ജെ ഹോസ്പിറ്റൽ ഹെഡ് നേഴ്സാ. മേഘനെ പ്രഗ്നന്റ് ആയിരിക്കില്ലേ. ഡെയിലി അവളെ ചെക്കപ്പ് ചെയ്ത് എന്നും അവളുടെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഇവിടെ ഒരാൾ വേണം. അതുകൊണ്ടാണ് ഈ നേഴ്സിനെ ഞാൻ അപ്പോയിന്റ് ചെയ്തത്. ദിവസവും വന്ന് അവളെ ചെക്ക് ചെയ്തിട്ട് പോയിക്കോളൂ. കാണാത്തത് കാണുമ്പോ എന്തിന്റെ ആറാട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. മിഥുന്റെ കാര്യത്തിൽ അത് അക്ഷരം പ്രതി ശരിയാണല്ലോ. അവളുടെ വയറ്റിൽ ഒരു പുഴു പോലും ഇല്ലെന്നറിയാൻ കഴിഞ്ഞെങ്കിൽ അവന്റെ മനസ്സ് മാറിയേനെ. ഇനിയൊരു പക്ഷെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിനെ വക വരുത്തണം. എന്നാലേ എനിക്ക് മിഥുന് നഷ്ടപ്പെടാതിരിക്കൂ. മേഘനെ, ഒന്നിങ്ങ് വന്നേ. മേഘനയ്ക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോടാ. പിന്നെന്തിനാ എപ്പോഴെപ്പോഴും ഇങ്ങനെ ഓരോ ടെസ്റ്റുകള്? അതെന്താ ഡാഡ് അങ്ങനെയൊക്കെ പറയുന്നേ? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്കപ്പ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ. നമ്മൾ എത്രത്തോളം മോണിറ്റർ ചെയ്യുന്നോ അത്രത്തോളം ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് ജനിക്കും. നിങ്ങൾ അവളുടെ കാര്യങ്ങളൊന്ന് ചെക്കപ്പ് ചെയ്യണേ. നീ പറഞ്ഞ കാര്യത്തിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ ദിവസവും നേഴ്സിനെ വീട്ടിലേക്ക് വിളിച്ചിങ്ങനെ ചെക്ക് ചെയ്യേണ്ട അത്ര അത്യാവശ്യമുണ്ടോ? അത് വളരെ നല്ല കാര്യമല്ലേ ഡാഡ്. പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ മേഘനയുടെ ആരോഗ്യത്തിൽ പല ഫ്ലക്ച്വേഷനും ഉണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം. മേഘനയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു കാരണം മിഥുന് അപകടങ്ങൾ ഉണ്ടാവുമല്ലോ എന്നോർത്ത് ഞാൻ പേടിക്കുമ്പോഴാ ഇവരെല്ലാവരും കൂടി ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേരും ജാതകവും നോക്കി അതിന്റെ വരവും കാത്തിരിക്കുന്നത്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന്. നേഴ്സ്, നിങ്ങൾ അവളെ ചെക്ക് ചെയ്തോളൂ. മേഘനെ, നിങ്ങൾ വരൂ മേഡം.
ഇവര് മേഘന പ്രഗ്നന്റ് അല്ലെന്നെങ്ങാനും കണ്ടുപിടിച്ചാലോ? അത് മതി അരുണമ ഈ വീടിന്റെ തായ് വേരിളക്കാൻ. മാഡം ആ കൈ ഇങ്ങോട്ട് കാണിച്ച്. മാഡം പ്രഗ്നന്റ് അല്ല അല്ലേ? ഗർഭിണിയാവാതെ തന്നെ മാഡം ഗർഭിണിയാണെന്ന് അഭിനയിക്കുകയാണ്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട മാഡം. മാഡത്തിന്റെ എല്ലാ കഥകളും എനിക്കറിയാം. നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഗായത്രിയുടെ അനിയത്തിയാ ഞാൻ. ചേച്ചി എന്നോട് ഒത്തിരി പറഞ്ഞിട്ടുണ്ട് മാഡം നല്ല ആളാണെന്നൊക്കെ. മാഡത്തിനെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു നുണ പറഞ്ഞെങ്കിൽ അതിന്റെ പിന്നിലൊരു കാരണം ഉണ്ടാവും. ഞാൻ എന്തായാലും ഇത് മറ്റാരെ അറിയിക്കാൻ പോകുന്നില്ല. മേഡം അതോർത്ത് പേടിക്കൊന്നും വേണ്ട കേട്ടോ. താങ്ക് യു സോ മച്ച് മാഡം. അയ്യോ അതൊന്നും വേണ്ട മേഡം. കാരണമില്ലാതെ മേഡം ഒരു ഡിസിഷൻ എടുക്കില്ല എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഈ നുണയ്ക്ക് പിന്നിലും അതുപോലൊരു കാരണം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാ. എന്നാ വാ മേഡം, നമുക്കങ്ങോട്ട് പോവാം. അവക്കിപ്പോ എങ്ങനെയുണ്ട്? ഫൈൻ സർ. ചെറിയൊരു ക്ഷീണം ഉണ്ടെന്നേ ഉള്ളൂ സർ. പോഷക ഗുണങ്ങൾ ഏറെയുള്ള ഫുഡ് കൊടുക്കാൻ നോക്കണം. അത് മതിയാവും. താങ്ക് യു. ഓക്കെ ബൈ മാഡം. മേഘനെ കേട്ടല്ലോ, പോഷക ഗുണങ്ങളുള്ള ആഹാരം കഴിക്കണമെന്ന്. ഇനി അതും ശീലമില്ലെന്നാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ശീലമാക്കിക്കോണം. നിനക്ക് വേണ്ടി കഴിച്ചില്ലെങ്കിലും നിന്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിന് വേണ്ടി കഴിച്ചോണം. കേട്ടല്ലോ? ആന്റി ആ മേഘനയെ ശ്രദ്ധിച്ചായിരുന്നോ? നേഴ്സ് ടെസ്റ്റ് ചെയ്യാൻ വന്നു കണ്ടപ്പോ തൊട്ട് അവളുടെ മുഖത്തൊരു ആദ്യം ഉണ്ടായിരുന്നു. ചെക്കിങ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ആള് റിലാക്സ്ഡ് ആയി. ജയദേവൻ അങ്കിളുടെ മുഖത്തും ഒരു പേടിയുണ്ടായിരുന്നു. നേഴ്സ് തിരികെ വന്നതിന് ശേഷം അങ്കിൾ ഒന്ന് നോർമലായത്. അവരുടെ ബിഹേവിയേഴ്സിൽ എന്തോ ഒരു പന്തികേട് കാണുന്നുണ്ട്. ശരിയാണ് മഞ്ജരി, എനിക്കും മേഘന പ്രഗ്നന്റ് ആണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അറിയില്ല, എന്റെ സംശയവും മാറിയിട്ടില്ല ആന്റി. ആ നേഴ്സ് കണ്ടില്ലേ, പോഷക ഗുണമുള്ള ഫുഡ് കഴിച്ചാൽ മതിയെന്നും പറഞ്ഞിട്ട് പോയത്. നോ ആന്റി, ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്സിനൊക്കെ നമ്മളൊരു നീക്കുപോക്കുണ്ടാക്കണം. ജയദേവൻ അങ്കിളിന്റെ കാര്യത്തിലും എപ്പോഴും ഒരു ശ്രദ്ധയുണ്ടാവണം. എന്താ മോളെ ഇതൊക്കെ? എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? എനിക്കിതെല്ലാം ഒരു അത്ഭുതമായിട്ടാ തോന്നുന്നേ. നേഴ്സ് എങ്ങനെ നീ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞേ? ആ നേഴ്സിനെ എന്നെ നേരത്തെ അറിയായിരുന്നു അച്ഛാ. നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഗായത്രിയുടെ അനിയത്തിയാ ഞാൻ. നിങ്ങളെക്കുറിച്ച് എന്റെ ചേച്ചി എപ്പോഴും പറയും. ഞാൻ ആരോടും ഈ സത്യം തുറന്നു പറയില്ല. അതോർത്ത് മാഡം പേടിക്കുകയും വേണ്ട. ഓ രക്ഷപ്പെട്ടു. അവരെങ്ങാനും നീ പ്രഗ്നന്റ് അല്ലാന്ന് വിളിച്ച് പറയുമെന്നോർത്ത് ആ പെണ്ണ് കേറി വന്നപ്പോ തൊട്ട് എനിക്ക് പേടിയായിരുന്നു. എന്തായാലും അങ്ങനൊന്നും ഉണ്ടായില്ലല്ലോ. എല്ലാ കാര്യത്തിലും ദൈവം നിനക്ക് തുണയായിട്ട് നിൽക്കുന്നുണ്ട്. അതെന്തായാലും നന്നായി. ഇപ്പോഴേ എന്റെ മനസ്സ് ചെറുതായിട്ടൊന്ന് തണുത്തത്. ആന്റി, മേഘനയുടെ കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു നടപടിയാക്കണം. അവളും ആ ജയദേവൻ അങ്കിളും കൂടി ഇവിടെ എന്തോ കൺകെട്ട് വിദ്യ കളിക്കുക. അവരുടെ രണ്ടുപേരുടെയും പെരുമാറ്റങ്ങളിൽ അത് തെളിഞ്ഞ് കാണുന്നുണ്ട്. ഇവിടെയാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. കുറച്ചു മുമ്പ് അവള് പുളിയുള്ള മാങ്ങ കണ്ടുകൂടാന്ന് പറയുന്നുണ്ടായിരുന്നു. സാധാരണ ഗർഭിണിയായിരിക്കുമ്പോ പുളിമാങ്ങ ഇഷ്ടപ്പെടുകയല്ലേ വേണ്ടേ? ജാനകി, എന്താ ഇതൊക്കെ? നാളെ ഇച്ചിരി കടുമാങ്ങ അച്ചാർ ഇടാന്ന് വിചാരിക്കുകയായിരുന്നു. ഓ അയ്യോ, എന്തൊരു പുളിയായി മാങ്ങിക്ക്. ഗർഭിണികളുടേതായ യാതൊരു ലക്ഷണവും ഇല്ല അവൾക്ക്. നമ്മൾ അറിയാത്ത എന്തൊക്കെയോ ഈ വീട്ടിൽ നടക്കുന്നുണ്ട്.
ആരായിരിക്കും ഇതിന്റെയൊക്കെ പുറകിൽ? നമ്മുടെ മൂക്കിന്റെ താഴെ കൂടെ ഇതുപോലൊരു കൺകെട്ട് വിദ്യ കളിക്കാൻ ജയദേവേട്ടൻ അത്ര വെളിവില്ലാത്ത ആളൊന്നുമല്ല. പക്ഷേ ഒരു നിബന്ധനയില്ലാതെ അങ്ങേരെന്തിനാ മേഘനയെ സപ്പോർട്ട് ചെയ്യുന്നേ? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്നെങ്കിൽ അവളുടെ ഈ ദിവ്യഗർഭത്തെക്കുറിച്ച് ജയദേവൻ അങ്കിളിനും അറിയാമായിരിക്കും. രണ്ടുപേരും പർവ്വതം വിഴുങ്ങികളാ. അവരുടെ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പാടാ. ഇവിടെ ആരെ പിടിച്ചാലാ നമ്മുടെ കാര്യം നടക്കുക? എല്ലാവരും അവളുടെ വാലെ തൂങ്ങി നടക്കുന്നവരല്ലേ? സത്യം പറഞ്ഞ അതാണ് നമ്മുടെ ഏറ്റവും വലിയ തടസ്സം. നമ്മുടെ കൂടെ ചേർന്ന് മേഘനയെ സംശയിക്കാൻ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ ഈ നാടകം എന്നേ പൊളിഞ്ഞേനെ. ഇവിടെയുള്ള എല്ലാവർക്കും മേഘനയുടെ വാക്ക് വേദവാക്കായോണ്ടാ അവളെ നമുക്ക് ഒതുക്കാൻ പറ്റാത്തത്. നമുക്ക് ഒരിക്കലെങ്കിലും ഒന്ന് ജയിക്കണ്ട ആന്റി. പക്ഷെ എങ്ങനെയാ മഞ്ജരി? ആന്റി, എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. എന്താ അത്? വാവ്, എങ്ങനെയെങ്കിലും ഈ ഐഡിയ കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്താ മേഘനയുടെ കട്ടയും പടവും മടങ്ങും എന്നുള്ളത് ഉറപ്പാണ് മഞ്ജരി. എന്തായാലും നമുക്ക് നമ്മുടെ ശ്രമം തുടരാം. എടി മേഘനെ, ഇന്ന് നിന്റെ കൊടൽമാല ഊരി ഞാൻ എന്റെ കഴുത്തിലിടോടി. മാരിയമ്മനെ കൂട്ടുപിടിച്ചോണ്ട് നിന്നെ കാണാൻ ഞാൻ അങ്ങോട്ട് വരിക. നിന്റെ ദിവ്യഗർഭത്തിന്റെ ഉറവിടം എവിടെയാന്ന് എന്നോടൊന്ന് പറഞ്ഞു തരണേ. ഭാവി പ്രവചിക്കാമേ ഭാവി, ഉള്ളതുള്ളപടി പറയാമേ, ഇല്ലാത്തതില്ലെന്നും പറയാമേ. ഭാവി പ്രവചിക്കാം ഭാവി. കുഞ്ഞിക്കാലുണ്ടേ ഇവിടെ ഒരു കുഞ്ഞിക്കാല്. അവൻ ഒരു ഗർഭിണിയുടെ ഉദരത്തിൽ ഉറങ്ങുകയാണേ. ഭാവി പ്രവചിക്കാമേ ഭാവി. എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ഇങ്ങ് കേറി വാ. മോളെ മേഘനെ, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ എല്ലാരും നോക്കിയിരിക്കുന്നേ? ഇങ്ങ് എഴുന്നേറ്റ് വാ. എന്താ ചമ്മേ കാര്യം? ഇവരാണ് മീന കുരുവിയമ്മ. അതെ കുരുവിയമ്മേ, ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ മരുമോള്. ഇവളുടെ ഭാവി ഒന്ന് പറയണം. ആയിക്കോട്ടെ തായേ. ഇരിക്കമ്മ. ആ, മാരിയമ്മേ, കറുമാരിയമ്മേ, മധുര മീനാക്ഷിയമ്മേ, കാഞ്ചി കാമാക്ഷിയമ്മേ, ഇറങ്ങി വന്ന് എന്നോട് സൊല്ലണമമ്മേ. മഞ്ജരി ആളെ കലക്കുന്നുണ്ടല്ലോ.
ഗർഭിണിയാണല്ലേ തായി? നിന്റെ വയറ്റിൽ ഒരു വിത്ത് മുളച്ചേ തായി. അത് അതിശീഘ്രമേ മൂത്ത് കായ്ച്ച് ഭൂമിദേവിയെ കാണാൻ വരുന്നുണ്ട്. ഇവരെന്ത് കുന്തയും ഭാവി പറയുന്നേ? ഞാൻ ഗർഭിണിയാണെന്നോ? പാണ്ഡ്യ മന്നനാണ് പിറക്കാൻ പോകുന്നത് തായി. ആണാലും നിന്റെ ഈ മധുരരാജന് ദോഷങ്ങളുണ്ടല്ലോ തായി. ദോഷങ്ങളോ? കറുമാരിയമ്മന്റെ ശാപമാണേ. ആ ശാപത്തിനൊരു പരിഹാരമില്ലേ? നാഗദോഷമാണിത്. നാഗദേവതയുടെ പുറ്റിനടുത്ത് പഞ്ചമി പൂജ നടത്തണമേ തായി. അതിനെ കുറിച്ചൊന്നും ഞങ്ങൾക്കറിയില്ലല്ലോ. അത് ചെയ്യിക്കാനല്ലേ ഞാനിവിടെ വന്നേക്കണത്. നാഗദേവതയുടെ പൂജ ചെയ്യാൻ ഞാനും കൂടെ വരുന്നുണ്ട്. അത് നന്നായി. ആണാലും അതിലൊരു ആപത്തുണ്ട് തായി. എന്താണത്? ആ നാഗദേവതയുടെ പുറ്റിനടുത്തേക്ക് ഗർഭവതികളായ സ്ത്രീകൾക്ക് മാത്രമേ ചെല്ലാനാവൂ. ഗർഭവതികളല്ലാത്തവരാരായാലും ഊருக்கு വെളിയെ താൻ കാത്തിരിക്കണം. അങ്ങനാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും അവിടെ അതിർത്തിയിൽ തന്നെ നിന്നോളാം. എന്നിട്ട് മേഘനയെ മാത്രം പുറ്റിനടുത്തേക്ക് പറഞ്ഞയക്കാം. എന്താ അമ്മ ഇത്? ഗർഭിണിയായിരിക്കും എന്തിനാ വെറുതെ വേണ്ടാത്ത പൂജകളൊക്കെ? അതാടാ പൂജകള്. അതൊക്കെ ചെയ്തേ പറ്റൂ. നീ ഒരക്ഷരം മിണ്ടി പോരുത്. പറഞ്ഞ വാക്ക് ശരിയാണ് തായി. വീണ്ടും വീണ്ടും പറയാണ്, ഓർമ്മ വെച്ചോ തായി. ഗർഭിണിയായിരിക്കുന്നവർക്ക് മാത്രമേ ആ പുറ്റിനരികിലേക്ക് പോകാൻ പറ്റൂ. കാലിയായ വയറുമായി അകത്ത് കടന്നാൽ നാഗദേവതയുടെ കോപത്തിന് ബലിയായി സാകേണ്ടി വരും. ഇതെന്താ ഈശ്വര, വല്ലാത്തൊരു കുരുക്കാണല്ലോ ഇത്. അച്ഛമ്മേ, ഇത്തരം പൂജകളൊന്നും ഇപ്പൊ വേണ്ട അച്ഛമ്മേ. അങ്ങനൊന്നും പറയാൻ പാടില്ല. ദൈവകോപം ഉണ്ടാവും. ഇത്തരം പൂജകൾ ചെയ്താ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനാ പുണ്യം കിട്ടുക. നീ ഇതിലൊന്നും ഇടപെടാൻ വരണ്ട. മേഘനെ കൊണ്ട് ഈ പൂജ ചെയ്യിക്കാൻ ഞാൻ തീരുമാനിച്ചു. അച്ചമ്മയ്ക്ക് പിന്നെ പൂജ എന്ന് കേട്ടാ മതി. പക്ഷെ ഗർഭിണിയല്ലാത്തവര് ആ അമ്പലത്തിൽ കയറരുതെന്നല്ലേ ഈ കുരുവിയമ്മ പറഞ്ഞേ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഇനി ഇതിന്റെ പുറകെ പോയിട്ട് വേറെ വല്ലതും വരുത്തി വെക്കണോ?